ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചാപ്റ്റർ 5 രാസഗതികം കെമിക്കൽ കൈനറ്റിക്സിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിവിധ തരം രാസപ്രവർത്തനങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കെമിക്കൽ രാസപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് പലതരം രാസമാറ്റങ്ങൾ കെമിക്കൽ ചേഞ്ച് നമ്മൾ കണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? കളർ ചേഞ്ച്, നിറവ്യത്യാസം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്ന വാതകം സ്വതന്ത്രമാക്കപ്പെടുന്നത്, പിന്നെ ഒരു രാസപ്രവർത്തി നമുക്കൊരു സ്മെല്ല് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, അനുഭവപ്പെടുന്ന ഗന്ധത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ച് രാസമാറ്റം ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പ്രസിപ്റ്റേറ്റ് ഫോമിൽ ഉണ്ടാകുന്ന അവഷ്പിതമായി ഉൽപ്പന്നം മാറുന്നതൊക്കെ നമ്മൾ ആ രാസപ്രവർത്തനങ്ങളിലൂടെ കണ്ടു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ രാസപ്രവർത്തനങ്ങൾ കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങളുടെ ബേസിസിൽ എങ്ങനെയെല്ലാം നമുക്ക് വർഗീകരിക്കാൻ ക്ലാസിഫൈ ചെയ്യാം എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനം. ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ സൈഡിൽ ഒന്നോ അതിൽ കൂടുതൽ സംയുക്തങ്ങൾ കാണും. A+B ഗീവ്സ് AB. നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ ഒരു സംയുക്തമേ, ഉൽപ്പന്നങ്ങൾ സൈഡിൽ നമുക്ക് ഒരു ഉൽപ്പന്നമേ കാണുകയുള്ളൂ. ഇനി ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനം. അവിടെ AB ഗീവ്സ് A+B ഫോർമാറ്റിലായിരിക്കും. റിയാക്റ്റൻ സൈഡിൽ ഒരു സംയുക്തവും അത് ഡീകമ്പോസ് ചെയ്ത് വിഘടിച്ച് ഒന്നിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. മൂന്നാമത്തെ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദ്വയവിഘടന രാസപ്രവർത്തനം. ഇവിടെ അയോൺസുകൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, പരസ്പരം വെച്ചു മാറുകയാണ് അയോണുകൾ. അപ്പോൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ AB+CD. ഇവിടെ അയോണുകൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ AD+CB. ശരിക്കും പറഞ്ഞാൽ ഇവിടെ AB ഡീകമ്പോസ് ചെയ്ത് A+B ആവും, CDയും ഡീകമ്പോസ് ചെയ്ത് വിഘടിച്ച് C+D ആവും. അങ്ങനെ ADയും ഒന്നിക്കും, അതുപോലെ തന്നെ Cയും Bയും ഒന്നിക്കും. അങ്ങനെ അവർ ചേർന്നുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ഉൽപ്പന്നത്തിൻ്റെ സൈഡ്, പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് കിട്ടുക. നാലാമത്തെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം. ഇവിടെ മൂലകം എലമെൻ്റാണ് ഇൻ്റർചേഞ്ച് നടക്കുന്നത്. ഇവിടെ A+BC ഗീവ്സ് AC+B. വേറൊരു മൂലകം വന്ന് നേരത്തെ ഇരുന്ന എലമെൻറ്റിൻ്റെ സ്ഥാനത്തേക്ക് ഇൻ്റർചേഞ്ച് നടക്കുന്നു. അങ്ങനെ ആദേശ രാസപ്രവർത്തനമാണ് നാലാമത്തെ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഒരു ബീക്കറിൽ ക്വിക്ക് ലൈം നീറ്റുകയൊക്കെ എടുക്കുക, അതിലേക്ക് കുറച്ച് ജലം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ആ ബീക്കറി ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അനുഭവപ്പെടുന്നത് നല്ല ചൂട് നമുക്ക് ആ ബീക്കറിയിൽ അനുഭവപ്പെടും. കാരണം അവിടെ ഉണ്ടായ റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ, താപമോചക പ്രവർത്തനമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഉണ്ടായ പ്രൊഡക്റ്റ് എന്താണ്? കാൽഷ്യം ഓക്സൈഡും വാട്ടറും കൂടെ സംയോജിച്ച് റിയാക്ട് ചെയ്ത് കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. കെമിക്കൽ ഇക്വേഷൻ രാസസമവാക്യം എങ്ങനെ വരും? കാൽഷ്യം ഓക്സൈഡ് CaO+H2O, വാട്ടർ ഗീവ്സ് COH ട്വൈസ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ വേറൊരു കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനം നമുക്ക് നോക്കാം. N2+3H2 ഗീവ്സ് 2NH3. അമോണിയ ഉണ്ടാകുന്ന ഒരു രാസപ്രവർത്തനമാണ് നൈട്രജനും ഹൈഡ്രജനും ചേർന്ന്. ഇവിടെ ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് കമ്പൈൻ ചെയ്തത്? നൈട്രജനും ഹൈഡ്രജനും അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടായ പ്രൊഡക്റ്റ് എന്താണ്? ഉൽപ്പന്നം എന്താണ്? NH3, അമോണിയാണ് ഈ രാസപ്രവർത്തനത്തിലൂടെ ഉണ്ടായ പ്രൊഡക്റ്റ്. ഇവിടെ അഭികാര്യങ്ങളുടെ സൈഡിൽ നൈട്രജനും ഹൈഡ്രജനും എന്ന് പറയുന്ന രണ്ട് ആൾക്കാരെ ഉള്ളായിരുന്നു. അവർ ചേർന്നുണ്ടായ ഒരു പ്രൊഡക്റ്റാണ്, ഉൽപ്പന്നമാണ് നമ്മൾ കണ്ട അമോണിയ. അതുപോലെ തന്നെ മുകളിലത്തെ എക്സ്പെരിമെൻറ്റിലായിരുന്നാലും അവിടെ കാൽഷ്യം ഓക്സൈഡും വാട്ടർ എന്ന് പറയുന്ന രണ്ട് റിയാക്റ്റൻസ് ചേർന്നാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. ഇനി ഒരു രാസപ്രവർത്തനം കൂടെ നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ സൾഫർ ഡയോക്സൈഡും ഓക്സിജനും എന്ന് പറയുന്ന രണ്ട് റിയാക്റ്റൻസ് ചേർന്ന് ഒരു പ്രൊഡക്റ്റ്, സൾഫർ ട്രയോക്സൈഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ രണ്ടോ അതിൽ കൂടുതൽ സിമ്പിളായിട്ടുള്ള സബ്സ്റ്റൻസുകൾ കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്ന റിയാക്ഷനെയാണ്, രാസപ്രവർത്തനത്തെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ തമ്മിൽ സംയോജിച്ച് ഒരു പുതിയ സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെയാണ് സംയോജന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അടുത്തത് 3 ഗ്രാം അമോണിയം ഡൈക്രോമേറ്റ് NH4 ടോയ്സ് Cr2O7 ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എടുക്കുക. എന്നിട്ട് ആ ഫ്ലാസ്കിൻ്റെ മൗത്ത് കവർ ചെയ്ത് വെക്കുക, അടച്ചു വെക്കുക ഒരു കോട്ടൺ ഉപയോഗിച്ച്. എന്നിട്ട് അത് ഹീറ്റ് ചെയ്യുക. എന്തൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കളർ ചേഞ്ച്, നിറം വ്യത്യാസമുണ്ട് അവിടെ.
അമോണിയം ഡൈക്രോമേറ്റ് പടർന്നു പിടിച്ച് ഓറഞ്ച് നിറത്തിൽ നിന്ന് അതൊരു പച്ച നിറത്തിലുള്ള ക്രോമിയം ഓക്സൈഡ് Cr2O3 ആയി രൂപാന്തരപ്പെടുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു വാതക മോചനം ഉണ്ടാകുന്നുണ്ട്. നൈട്രജൻ വാതകവും കൂടാതെ ജലവാതകവും അവിടുന്ന് പുറപ്പെടുന്നുണ്ട്. അമോണിയം ഡൈക്രോമേറ്റ് ഒരു തെർമൽ ഡീകമ്പോസിഷൻ അവിടെ നടക്കുന്നത് ഒരു താപീയ വിഘടനമാണ് നടക്കുന്നത്. തെർമൽ ഡീകമ്പോസിഷന് വിധേയമാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ക്രോമിയം ട്രൈഓക്സൈഡ്, ജലബാഷ്പം, വാട്ടർ വേപ്പർ ആൻഡ് നൈട്രജൻ. NH4 toys Cr2O7 gives Cr2O3 plus 4H2O plus N2. ഏത് ഫോർമുലയിലാണ് നടക്കുന്നത്? നമ്മൾ മുമ്പ് നോക്കിയത് AB gives A plus B. ഇവിടെ ഒരു പ്രോഡക്റ്റും കൂടെ കൂടുതൽ വന്നതേ ഉള്ളൂ. അപ്പോൾ വേറെയും കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. 2PbNO3 toys gives 2PbO plus 4NO2 plus O2. റിയാക്റ്റൻ്റ് വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് ഒന്നിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡീകമ്പോസിഷൻ നടക്കുന്ന ആർക്കൊക്കെയാണ്? PbNO3 ടോയ്സിന് ഈ റിയാക്ഷനിൽ CaCO3ക്ക് ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് കിട്ടുന്നത്? PbO പ്ലസ് NO2 പ്ലസ് O2. ഇവിടെ CaCO3യുടെ ഉൽപ്പന്നങ്ങൾ ആരൊക്കെയാണ്? CaO പ്ലസ് CO2. അപ്പോൾ ഇങ്ങനെ ഒരു രാസപ്രവർത്തനം കാണുവാണെങ്കിൽ അതൊരു വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് ദി പ്രോസസ് ബൈ വിച്ച് എ കോമ്പൗണ്ട് ബ്രേക്സ് ഡൗൺ ഇൻറ്റു 2 or more സബ്സ്റ്റൻസ്. ഒരു സംയുക്തം വിഘടിച്ച് രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള രാസപ്രവർത്തനത്തെ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ റിയാക്റ്റൻ്റ് അഭികാര്യങ്ങളുടെ സൈഡിൽ ഒരു സംയുക്തവും പ്രൊഡക്റ്റ് സൈഡിൽ ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ രണ്ടിൽ അധികമോ പദാർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സംയുക്തം വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസുകൾ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന റിയാക്ഷനെയാണ് രാസപ്രവർത്തനത്തെയാണ് നമ്മൾ വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഹീറ്റ് എ സ്മോൾ എമൗണ്ട് ഓഫ് കോപ്പർ കാർബണേറ്റ് CuCO3 ഇൻ എ ബോയിലിംഗ് ട്യൂബ്. ഒരു ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് കോപ്പർ കാർബണേറ്റ് എടുത്ത് ചൂടാക്കുക. എന്ത് മാറ്റമാണ് നിരീക്ഷിച്ചത്? അപ്പോൾ ഈ കോപ്പർ കാർബണേറ്റ് ഗ്രീൻ ഇൻ കളറായിരുന്നു, പച്ച നിറത്തിലായിരുന്നു. അത് ചൂടാക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ നിറം കറുപ്പായി മാറുകയാണ് ചെയ്തത്. എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് പ്രൊഡക്ട്സ് ആണ് ഒബ്റ്റെയിൻ ചെയ്തത്? കോപ്പർ ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ സമീകരിച്ച രാസപ്രവർത്തനം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. CuCO3 കോപ്പർ കാർബണേറ്റ് ഗീവ്സ് CuO കോപ്പർ ഓക്സൈഡ് പ്ലസ് CO2 കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഈ റിയാക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും CuCO3 ഡീകമ്പോസിഷൻ നടന്ന് വിഘടനം നടന്ന് CO പ്ലസ് CO2 രണ്ട് ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും എന്താണ്? ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്, വിഘടന രാസപ്രവർത്തനമാണ്. അതുപോലെ തന്നെ എയർ ബാഗിൽ നിറയ്ക്കുന്ന നൈട്രജൻ ഗ്യാസ് സോഡിയം ആസൈഡ് എന്ന് പറയുന്ന Na3 ഡീകമ്പോസ് ചെയ്ത് വിഘടിച്ച് ഉണ്ടാകുന്ന നൈട്രജൻ ഗ്യാസ് ആണ് നിറയ്ക്കുന്നത്. അപ്പോൾ സോഡിയം ആസൈഡ് Na3 വിഘടിക്കുമ്പോൾ ഡീകമ്പോസിഷൻ നടത്തുമ്പോൾ Na 2Na+3Na2. അപ്പോൾ ഇതും എന്താണ്? ഒരു ഡീകമ്പോസിഷൻ വിഘടന രാസപ്രവർത്തനത്തിന് എക്സാമ്പിളാണ്. അടുത്തത് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് 2-3 തുള്ളി സോഡിയം ക്ലോറൈഡ് എടുക്കുക. അതിലേക്ക് 2-3 തുള്ളി സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും ആഡ് ചെയ്യുക. എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിലായിട്ട് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വെളുത്ത അവഷ്പിതം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് കാരണമായത് സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വെളുത്ത അവഷ്പിതം ഉണ്ടാകാൻ കാരണമായത്. അപ്പോൾ ഇവിടുത്തെ കെമിക്കൽ ഇക്വേഷൻ രാസസമവാക്യം എങ്ങനെ വരും? NaCl പ്ലസ് AgNO3 gives AgCl plus NaNO3. NaCl സോഡിയം ക്ലോറൈഡ് പ്ലസ് AgNO3 സിൽവർ നൈട്രേറ്റ് gives AgCl സിൽവർ ക്ലോറൈഡ് പ്ലസ് NaNO3 സോഡിയം നൈട്രേറ്റ്. അപ്പം നമ്മൾ ഇവിടെ പഠിച്ച ഫോർമാറ്റ് ഏത് രീതിയാണ്? AB പ്ലസ് CD. ഇവിടെ എന്താണ്? അയോണുകളെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. സോഡിയം മെറ്റലിന് ആദ്യം ഉണ്ടായിരുന്ന ക്ലോറൈഡ് അയോൺ ആയിരുന്നു. പ്രൊഡക്റ്റ് ഫോം ചെയ്തപ്പോഴത്തേക്ക് Agയിലുണ്ടായിരുന്ന നൈട്രേറ്റ് അയോൺ വന്ന് മാറി. അതുപോലെ തന്നെ സിൽവർ മെറ്റലിന് ആദ്യം ഉണ്ടായിരുന്നത് നൈട്രേറ്റ് അയോൺ ആയിരുന്നു. പ്രൊഡക്റ്റ് ഫോം ചെയ്തപ്പോഴത്തേക്ക് ക്ലോറൈഡ് അയോൺ വന്ന് നൈട്രേറ്റ് അയോണിൻ്റെ സ്ഥാനത്ത് വന്നിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡബിൾ ഡീകമ്പോസിഷൻ രാസപ്രവർത്തനം അല്ലെങ്കിൽ ദ്വയവിഘടന രാസപ്രവർത്തനമാണ് ഇവിടെ സംഭവിച്ചത്.
NaCl വിഘടിച്ചു, AgNO3 അതുപോലെ ഡീകമ്പോസ് ചെയ്തു. എന്നിട്ട് അവരവരുടെ അയോണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. അതാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ദ്വയവിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണ്? AgCl, സിൽവർ ക്ലോറൈഡ്. അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, റിയാക്ടൻ സൈഡിലെ സോഡിയം ക്ലോറൈഡിൽ സോഡിയം അയണുമായിട്ട് ബോണ്ട് ചെയ്ത അയോൺ ഏതാണ്? ക്ലോറൈഡ് അയോൺ. ഏത് മെറ്റൽ അയോൺ ആണ്? ലോഹ അയോൺ ആണ്. ക്ലോറൈഡ് അയണുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നത് സിൽവർ അയോൺ. Ag ആണ് പ്രൊഡക്റ്റിൽ ക്ലോറൈഡ് അയണുമായിട്ട് സംയോജിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നൈട്രൈറ്റ് അയോൺ നമ്മൾ സെക്കൻഡ് റിയാക്റ്റൻറ്റിൽ നോക്കുമ്പോൾ സിൽവർ നൈട്രൈറ്റിൻ്റെ കൂടെയാണ്. അത് പ്രൊഡക്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ ഏത് മെറ്റൽ അയോണിൻ്റെ കൂടെയാണ്, ഏത് ലോഹ അയോണിൻ്റെ കൂടെയാണ്? സോഡിയം അയോണിൻ്റെ കൂടെയാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷനിൽ സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും അവരവരുടെ അയോൺസുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. But double decomposition reaction is a reaction in which two compounds reacting with each other interchange their ions to form two new compounds. രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചുമാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകുന്ന തരം പ്രവർത്തനത്തെ ദ്വയവിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ താഴത്തെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. MgCl2 + H2SO4 gives MgSO4 + 2HCl. ഇവിടെ എന്താണ്? മഗ്നീഷ്യത്തിൻ്റെ കൂടെ ക്ലോറൈഡ് അയൺ ആയിരുന്നു, ഹൈഡ്രജൻ്റെ കൂടെ സൾഫേറ്റ് അയൺ ആയിരുന്നു. എന്ത് സംഭവിക്കുന്നു? പ്രൊഡക്റ്റ് ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഈ അയോൺസുകൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. മഗ്നീഷ്യത്തിൻ്റെ കൂടെ സൾഫേറ്റ് അയൺ വരുന്നു, ഹൈഡ്രജൻ്റെ കൂടെ ക്ലോറൈഡ് അയണും വരുന്നു. അപ്പോൾ MgSO4 + 2HCl എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ CaCO3 + 2HCl ഗീവ്സ്, ഇവരും എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്യുന്നു. അങ്ങനെ CaCl2 + H2O + CO2 എന്ന് പറയുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ HCl + NaOH, അതെന്ത് ചെയ്യുന്നു? ക്ലോറൈഡും ഹൈഡ്രോക്സൈഡ് അയോണുകളെ അവരെന്ത് ചെയ്യുന്നു? ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, പരസ്പരം വെച്ച് മാറുന്നു. അങ്ങനെ NaCl + H2O എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നു. അങ്ങനെ അയൺ എക്സ്ചേഞ്ചിലൂടെ നമുക്ക് പ്രൊഡക്റ്റുകൾ കിട്ടുമ്പോൾ ആ ഒരു രാസപ്രവർത്തനത്തെയാണ് നമ്മൾ ദ്വയവിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് താഴത്തെ ഒരു കെമിക്കൽ ഇക്വേഷൻ രാസസമവാക്യം പരിശോധിച്ചിട്ട് ഏതൊക്കെ അയോണുകളാണ് സംയുക്തത്തിൽ പരസ്പരം വെച്ചു മാറുന്നത്, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ സംയുക്തം BaCl2, അവിടെയുള്ള അയോൺ എന്ന് പറയുന്നത് ക്ലോറൈഡ് അയോൺ ആണ്. പ്ലസ് H2SO4, സൾഫ്യൂരിക് ആസിഡിലുള്ള അയോൺ എന്ന് പറയുന്നത് സൾഫേറ്റ് അയോൺ SO4 ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇൻ്റർചേഞ്ച് നടക്കുമ്പോൾ ഏത് അയോൺസ് ആരിലേക്ക് പോകും? ക്ലോറൈഡ് അയോൺ ആരിലേക്ക് പോകും? ഹൈഡ്രജനിലേക്ക് പോകും. സൾഫേറ്റ് അയൺ SO4 അയോൺ ബേരിയത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്? BaSO4 + 2HCl. ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ആയി ഫോം ചെയ്തത് BaSO4 ബേരിയം സൾഫേറ്റ് ആണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡൈലൂട്ട് HCl 5 ml ആഡ് ചെയ്യുക. അതിലേക്ക് സിങ്ക് ഗ്രാനുവൽ, സിങ്ക് തരികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് ഒരു ഗ്യാസ് ഫോം ചെയ്യുന്ന നമുക്ക് കാണാം, വാതകം വരുന്നത്. ആദ്യം ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് നമ്മളൊരു കത്തിച്ച മാച്ച് സ്റ്റിക്ക് നമ്മൾ തീപ്പെട്ടിക്കൊള്ളി കാണിക്കുമ്പോഴത്തെ പെട്ടെന്ന് അത് ഒരു പോപ്പ് സൗണ്ടോടെ കത്തുന്ന കാരണം അതിന് കാരണമായ ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. കൂടാതെ അവിടെ സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തം കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. വിച്ച് ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്? ഹൈഡ്രജൻ ഗ്യാസ്. ഇനി സമീകരിച്ച രാസസമവാക്യം നമുക്ക് നോക്കാം. Zn + 2HCl gives ZnCl2 + H2. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഹൈഡ്രജൻ എന്ന ആറ്റത്തിൻ്റെ പ്ലേസിലേക്ക് സിങ്ക് എന്ന ആറ്റം എന്ത് ചെയ്തു? വന്നു കയറിയിരുന്നു. അങ്ങനെ പ്രൊഡക്റ്റ് എന്താണ് ഉണ്ടായത്? ZnCl2 + H2. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനത്തിൻ്റെ സമയത്ത് എന്ത് സംഭവിച്ചു? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്ലേസിലേക്ക് ആര് വന്നിരുന്നു? സിങ്ക് വന്നിരുന്ന് പുതിയ പ്രൊഡക്റ്റ് ഫോം ചെയ്തു. അങ്ങനെ ഹൈഡ്രോക്ലോറിക്കിലെ ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്ത് എന്ത് സംഭവിച്ചു? ആ സ്ഥാനത്തേക്ക് സിങ്ക് ആറ്റം വന്ന് കയറിയിരിക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം എന്ന് വെച്ചാൽ റിയാക്ഷൻ ഇൻ വിച്ച് ആൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ എലമെൻറ്റ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സിങ്ക് പോയി ഹൈഡ്രജൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുന്നു. അങ്ങനെ അവരൊരു സംയുക്തമായി ഫോം ചെയ്യുന്നു. ഹൈഡ്രജൻ ഒറ്റയ്ക്കാവുകയും ചെയ്യുന്നു.
അപ്പോൾ ഇങ്ങനെ ആറ്റംസ് വേറൊരു ആറ്റത്തിൻ്റെ സ്ഥാനത്ത് വന്ന് കയറിയിരിക്കുന്ന രാസപ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആദേശ രാസപ്രവർത്തനം, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രാസപ്രവർത്തനങ്ങളാണുള്ളത്? കോമ്പിനേഷൻ റിയാക്ഷൻ, സംയോജന രാസപ്രവർത്തനം, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, വിഘടന രാസപ്രവർത്തനം, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദ്വൈവിഘടന രാസപ്രവർത്തനം, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് വ്യത്യസ്തമായുള്ള 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അവരുടെ സവിശേഷതകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചത് വെച്ച് എഴുതാമല്ലോ. കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനത്തിൻ്റെ സവിശേഷത, ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്? 2 അതിലധികമോ പദാർത്ഥങ്ങൾ, കോമ്പൗണ്ട്സ് ചേർന്ന് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന റിയാക്ഷൻ രാസപ്രവർത്തനമാണ് സംയോജന രാസപ്രവർത്തനം അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനം എന്താണ്? ഒരു സംയുക്തം വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് 2 അതിലധികമോ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനം. ഇനി ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ദ്വൈവിഘടന രാസപ്രവർത്തനം എന്താണ്? ഒരു റിയാക്ഷനിൽ അവിടുത്തെ സംയുക്തങ്ങൾ, അഭികാര്യങ്ങളുടെ സൈഡിലെ സംയുക്തങ്ങൾ വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് എന്താണ് പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നു ബൈ എങ്ങനെയാണ്? അയോണുകൾ എക്സ്ചേഞ്ച് ചെയ്ത്, അയോണുകളെ പരസ്പരം വെച്ചുമാറി. അങ്ങനത്തെ രാസപ്രവർത്തനമാണ് ദ്വൈവിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്താണ്? ഒരു രാസപ്രവർത്തനത്തിൽ സംയുക്തത്തിലെ ഒരു മൂലകം മറ്റൊരു മൂലകം ആ സ്ഥാനത്തേക്ക് ആദേശം ചെയ്യപ്പെടുന്ന പ്രവർത്തനത്തെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സവിശേഷതകളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ വെച്ചും നിങ്ങൾക്ക് ഈ റിയാക്ഷൻസ് നിങ്ങൾക്ക് എഴുതി ഫില്ല് ചെയ്യാം ഈ ബോക്സ്. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന റിയാക്ഷനിൽ നിന്ന് ആരൊക്കെയാണ് കോമ്പിനേഷൻ റിയാക്ഷൻ, സംയോജന രാസപ്രവർത്തനം, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, വിഘടന രാസപ്രവർത്തനം, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദ്വൈവിഘടന രാസപ്രവർത്തനം, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം എന്ന് പട്ടികപ്പെടുത്തുക എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ Zn plus 2AgNO3 gives ZnNO3 twice plus 2Ag. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? NO3 അയോൺ ആരുമായിട്ട് ചേരുവാണ്? Zn-ഉമായിട്ട് ചേരുന്നതാണ്. അപ്പോൾ Ag ഒറ്റയ്ക്കാവും. അപ്പോൾ ഇത് ഏത് റിയാക്ഷനാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം. ഇനി CaCO3 gives CaO plus CO2. ഇവിടെ എന്താണ്? CaCO3 വിഘടിച്ച് അവർ ഡീകമ്പോസായി CaOയും CO2 എന്ന് പറയുന്ന 2 പ്രൊഡക്റ്റുകളുണ്ടായി. അപ്പോൾ ഇതെന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനം. രണ്ടാമത്തതും എന്താണ്? HI എന്ന് പറയുന്ന ഹൈഡ്രജൻ ഹൈഡ്രൈഡ് എന്ന് പറയുന്ന സംയുക്തം വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് H2+I2 എന്ന് പറയുന്ന 2 ഉൽപ്പന്നങ്ങളുണ്ടായി. അപ്പോൾ അതും എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്, വിഘടന രാസപ്രവർത്തനം. CuNO3 twice plus Na2S 2 സംയുക്തങ്ങൾ അവരെന്താണ്? അവർ അയോൺസുകൾ ഇൻ്റർചേഞ്ച് ചെയ്ത് CuS plus 2NaNO3 എന്ന് പറയുന്ന കോമ്പൗണ്ടുകൾ ഉണ്ടായി. അപ്പോൾ അതെന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ, ദ്വൈവിഘടന രാസപ്രവർത്തനമാണ്. അടുത്തത് SO2 plus H2O. ഇവിടെ എന്താണ്? ഒരു ഉൽപ്പന്നമേ ഉള്ളൂ, 2 സംയുക്തങ്ങൾ ചേർന്ന് ഒരു ഉൽപ്പന്നമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? കോമ്പിനേഷൻ റിയാക്ഷൻ, സംയോജന രാസപ്രവർത്തനം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.